ഡെലിവറിക്ക് ശേഷം എത്ര ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പോസ്റ്റ്നാറ്റൽ കെയർ ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് പൊതുവെ എല്ലാവരും ചോദിക്കാറുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ബോഡിയുടെ റിക്കവറി എന്ന് പറയുന്നതിന് ഒരു സമയം എപ്പോഴും നമ്മൾ കൊടുക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്കിയ എന്ന് പറയുന്ന ബ്ലീഡിങ്ങിനെ കുറിച്ചിട്ട്, പോസ്റ്റ് ഡെലിവറി ടൈം പീരീഡിൽ ഉണ്ടാകുന്ന ക്രാംസിനെ കുറിച്ചിട്ടൊക്കെ. ഇതൊക്കെ ബോഡി സ്വയം എടുക്കുന്ന കുറേ മെഷേഴ്സ് ആണ് ആ ഒരു ശരീരത്തിനെ അല്ലെങ്കിൽ അവയവങ്ങളെ പ്രീവിയസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ളത്. അതിന് നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം പോസ്റ്റ്നാറ്റൽ കെയർ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ മേ ബി കുറച്ച് ആൾക്കാർക്ക് അതിനേക്കാൾ സമയം വേണ്ടി വരും. ഒരു ആവറേജ് 1 വീക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ വരൂ എന്നുള്ള രീതിയിലാണ്. സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഈവൻ 2 വീക്സ് ഓർ മോർ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ അതിന് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ എപ്പോഴും ഹെർബൽ പൗഡേഴ്സും അതുപോലെ തന്നെ ഓയിൽസും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും സ്കിന്നിൽ ഒരു മുറിവ് ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ 2 തരത്തിലുള്ള 2 മോഡലുള്ള ഡെലിവറി ആണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് സ്കിന്നിൻ്റെ ഔട്ടർ ലെയറെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് മുറിവുകൾ ഉണങ്ങിയതിന് ശേഷം ഈ ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ലോക്കിയ എന്ന് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആണത്. അപ്പോൾ നമ്മുടെ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും ചൂട് കൂടുതലായിട്ട് വരുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ ഇങ്ങനെ ചൂട് വരുന്ന സമയത്ത് ശരീരത്തിൽ വാസോ ഡൈലേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് സംഭവിക്കും. അതായത് രക്തക്കുഴലുകളൊക്കെ കുറച്ചുകൂടി വികസിച്ച് നന്നായിട്ട് രക്തത്തിൻ്റെ ചംക്രമണം കൂടും. ഇങ്ങനെ കൂടുന്നു എന്നുള്ളൊരു സമയത്ത് ബ്ലീഡിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബ്ലീഡിംഗ് വരും. അപ്പോൾ ഇതും ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോൾ ഹെവി ബ്ലീഡിംഗ് കുറഞ്ഞ് സ്പോട്ടിംഗ് ഒക്കെ ആയതിനു ശേഷം വരുന്നതായിരിക്കും മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 1 വീക്കും അതുപോലെ സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 വീക്സും കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളാണ്. നെക്സ്റ്റ് ഡേയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല എന്നുള്ളതൊക്കെ. ഇനി മറ്റൊരു കാര്യമാണ്, കുറേ നാളുകൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു കുഴപ്പമില്ല. 3 മന്ത്സ് കഴിഞ്ഞിട്ട് ചെയ്യാം, ഈവൻ 6 മന്ത്സിനുള്ളിൽ എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. ഈവൻ അതിനുശേഷം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ പോലും അതിന് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മദറിൻ്റെ അപ്പോഴത്തെ ശാരീരിക അവസ്ഥ എന്താണ്, ശരീരത്തിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഇപ്പോൾ പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടോ 6 മാസം കഴിഞ്ഞിട്ടോ ആയിരിക്കും ഒരു ബാക്ക് പെയിൻ അവരെ ചിലപ്പോൾ അലോസരപ്പെടുത്തുന്നുണ്ടാവാം. അപ്പോൾ ആ 6 മാസം കഴിഞ്ഞ് വരുന്നൊരു മദറിനെ സംബന്ധിച്ചിട്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ വരുന്നൊരു മദറിന് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് ഒരു 7 ഡേയ്സിന് ശേഷം വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ അസസ് ചെയ്ത് ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റ് ആവണമെന്നില്ല, കുറച്ചും കൂടി ടൈം പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടി വരിക. ഈ ഒരു പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയി കാണുകയും അതിനുവേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റിന് മോൾഡ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏത് ടൈം പീരീഡിൽ വരുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും സത്യത്തിലില്ല.